കോഴഞ്ചേരി പഞ്ചായത്ത് സ്റ്റേഡിയത്തിൽ 2025 ജനുവരി 9 മുതൽ 19 വരെ നടക്കുന്ന പുഷ്പമേളയിൽ വിവിധ തരത്തിലുള്ള പുഷ്പങ്ങളുടെയും പല തരത്തിലും നിറത്തിലുമുള്ള ചെടികളുടെയും വിദേശ ഇനങ്ങൾ ഉൾപ്പെടെ 5000-ഓളം ഇനം പുഷ്പങ്ങൾ കൊണ്ട് ദൃശ്യവിസ്മയം ഒരുക്കിയിരിക്കുകയാണ്. കോഴഞ്ചേരി അഗ്രി ഹോർട്ടി സൊസൈറ്റിയുടെയും കോഴഞ്ചേരിയിലെയും സമീപ പഞ്ചായത്തുകളിലെയും മധ്യ തിരുവിതാംകൂർ വികസന കൗൺസിലിൻ്റെയും കോഴഞ്ചേരി സെൻറ് തോമസ് കോളേജ് അസോസിയേഷൻ്റെയും വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെയും വിവിധ സാംസ്കാരിക സംഘടനകളുടെയും നേതൃത്വത്തിലാണ് മേള സംഘടിപ്പിച്ചിരിക്കുന്നത്. ഇതിനുള്ളിലേക്ക് നാം കടന്നു ചെല്ലുമ്പോൾ മനോഹരമായി അടുക്കും ചിട്ടയോടും കൂടി ഒരുക്കി വച്ചിരിക്കുന്ന നിരവധി വർണ്ണങ്ങളിലുള്ള പൂക്കൾ, അതുപോലെ ചെറിയ സസ്യങ്ങൾ എന്നിവയാണ് വിവിധ തരത്തിലുള്ള റോസ് ചെടികൾ പുഷ്പമേളയിൽ പ്രധാന ആകർഷക വസ്തുവാണ്. അതുപോലെ വ്യത്യസ്ത ആകൃതിയിലും നിറത്തിലുമുള്ള ഓർക്കിഡ് ചെടികൾ ഈ പുഷ്പമേളയിൽ ശ്രദ്ധേയമാണ്. ഇൻഡോർ ആന്തൂറിയം, AC പ്ലാന്റ്, CC പ്ലാന്റ്, ചൈന ഡോൾ, കലാസിയ, പൂനെ വെറൈറ്റി, ബോഗൻവില്ല ഡയാൻറ്റിസ്, ആസ്ട്രേലിയൻ വൈറ്റ് ഡാലിയ, സൂര്യകാന്തി, ഗ്ലാഡിയോലസ്, മാരിഗോൾഡ്, പെറ്റൂണിയ, ട്യൂബ് റോസ്, സാൽവിയ എന്നീ വിവിധ ഇനം ഓർക്കിഡുകൾ തുടങ്ങി നമ്മുടെ നാട്ടിലുള്ളതും വിദേശത്തുള്ളതുമായ ഒട്ടേറെ ഇനങ്ങൾ നിറഞ്ഞ പുഷ്പമേള സന്ദർശകർക്ക് പുതിയ ദൃശ്യാനുഭവം. അതുപോലെ ഈ ചെടികൾ ഒക്കെ വില കൊടുത്ത് സ്വന്തമാക്കുവാനുള്ള അവസരവും ഈ പുഷ്പമേളയിൽ ലഭ്യമാണ്. പുഷ്പമേളകൾ പ്രകൃതിയുടെ മനോഹാരിതയും സസ്യജാലത്തിൻ്റെ സമ്പന്നതയും ആഘോഷിക്കുന്ന ഒരു പ്രതിഭാസമാണ്. വ്യത്യസ്ത ഇനം പൂക്കളും സസ്യങ്ങളും പ്രദർശിപ്പിക്കുന്ന പുഷ്പമേളകൾ ജൈവ വൈവിധ്യത്തെ പ്രോത്സാഹിപ്പിക്കുന്നു. അതുപോലെ സസ്യസംരക്ഷണത്തെക്കുറിച്ചുള്ള അവബോധം ഈ പുഷ്പമേളകൾ വഴി ഒരുക്കുന്നുണ്ട്. പുഷ്പമേളയിൽ ചെടികളും പൂക്കളും സംരക്ഷിക്കുവാൻ പ്രത്യേക പരിപാലനവും ശ്രദ്ധയും ആവശ്യമാണ്. ഇവിടെ ചെടികളെയും പൂക്കളെയും സംരക്ഷിക്കുന്നതിനുള്ള പ്രത്യേക രീതികൾ തന്നെ ഉണ്ട്. ആദ്യം ചെടികളുടെ ചുറ്റും മാലിന്യം നീക്കം ചെയ്യുകയും പഴകിയ ഇലകൾ, ചെറിയ കൊമ്പുകൾ എന്നിവ വെട്ടിമാറ്റുകയും ചെയ്യുന്നു. പച്ചക്കറി മാലിന്യങ്ങൾ, മുട്ടയുടെ തോട് എന്നിവ ചേർത്ത് സജീവമായി മണ്ണിൻ്റെ ഘടന നിലനിർത്തുന്നു. ചെടികൾക്ക് രാവിലെ അല്ലെങ്കിൽ വൈകുന്നേരം ജലം ഒഴിച്ചു കൊടുക്കുന്നു. ചെടികൾക്ക് ആവശ്യമായ തോതിൽ മാത്രമേ സൂര്യപ്രകാശം നേരിട്ട് നൽകുന്നുള്ളൂ. അതുപോലെ ആവശ്യമായ തോതിൽ കീടനാശിനികൾ നൽകുകയും രോഗബാധ ബാധിച്ച ശിഖരങ്ങൾ വെട്ടി മാറ്റുകയും ചെയ്യുന്നു. ഇനി നമുക്ക് ഈ പുഷ്പമേളയിലെ ചില ദൃശ്യങ്ങൾ കാണാവുന്നതാണ്. പുഷ്പമേളയിലൂടെ നാം കടന്നു പോകുമ്പോൾ പ്രകൃതിയുടെ അതിശയകരമായ ചടുലത നിറഞ്ഞ ഒരു ലോകം തന്നെ നമുക്ക് കാണാവുന്നതാണ്.
ഇവിടെ ചെടികളുടെയും പൂവുകളുടെയും മനോഹാരിതയ്ക്കൊപ്പം പക്ഷികളും മീനുകളും പ്രദർശനത്തിന് തിളക്കം കൂട്ടുന്നു. പുഷ്പമേളയിലെ പക്ഷി പ്രദർശനങ്ങൾ നിറഞ്ഞു നിൽക്കുന്ന ആവേശകരമായ കാഴ്ചകളാണ്. വിവിധതരം തത്തകൾ, വിവിധ ഇനത്തിലുള്ള പക്ഷികൾ, കോഴികൾ അപൂർവമായി കാണുന്ന കാഴ്ചകളാണ്. പക്ഷികളുടെ ചിറകുകളിലെ ചുമപ്പ്, പച്ച, മഞ്ഞ, വെള്ള, നീല എന്നീ നിറങ്ങളിലുള്ള സമ്പത്ത് കാണികളിൽ കൗതുകം പരത്തുന്നു. മനുഷ്യ ശബ്ദങ്ങളെ അനുകരിച്ച് മൈനകൾ വിവിധ തരത്തിലുള്ള ശബ്ദങ്ങൾ പുറപ്പെടുവിക്കുന്നു. മീനുകളുടെ പ്രദർശനം പുഷ്പമേളയുടെ ഒരു ഭാഗം തന്നെയാണ്. വിവിധ ജലടാങ്കുകളിൽ നിറഞ്ഞിരിക്കുന്ന മീനുകൾ അവയുടെ പ്രകാശമേറിയ ചിറകുകൾ കൊണ്ട് ജീവൻ്റെ സ്പന്ദനം ഉണർത്തുന്നു. ഗോൾഡ് ഫിഷ് കൊച്ചുകുട്ടികൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഇനമാണ്. സ്വർണത്തിൻ്റെ നിറമുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത. ബീറ്റ് ഫിഷ് ഇവയുടെ വാലിലെ വർണ്ണ വിസ്മയവും ചലനശൈലിയും കാണികളിൽ ദൃശ്യവിസ്മയം സൃഷ്ടിക്കുന്നു. കാർപ്പ് മീനുകൾ കാണികളിൽ ഏറ്റവും കൂടുതൽ കാണുവാൻ ഇഷ്ടപ്പെടുന്ന ഇനമാണ്. ഇനി നമുക്ക് ഇവിടുത്തെ പക്ഷികളുടെയും മീനുകളുടെയും ചില കാഴ്ചകൾ കാണാവുന്നതാണ്. Leave me, baby, don't wanna fall again. This just hurt me. Just think about it, but you hold me like you don't wanna break. I need some space. Just think about it. Maybe separate is better. I will love you till forever. പക്ഷികളും മീനുകളും പുഷ്പമേളയിൽ ജൈവ വൈവിധ്യത്തിൻ്റെ ഒരു ഭാഗമാകുന്നതിന് പുറമെ പ്രകൃതിയോടുള്ള സ്നേഹത്തിനും പരിസ്ഥിതിയുടെ പ്രാധാന്യത്തിനും പ്രചോദനം നൽകുന്നതാണ്. 70 രൂപയാണ് ഇവിടുത്തെ ടിക്കറ്റ് ചാർജ്. ഇത് നല്ലൊരു